ഗുരുതര വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടന ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നേതൃയോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്ന നിലപാടിലാണ് AMMA ഭാരവാഹികൾ. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നേക്കുമെന്നും വിവരങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൈഫു, ഏറ്റവും നിർണായകമായ കാര്യമെന്ന് തന്നെ പറയേണ്ടത് ഗുരുതര വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ താരസംഘടന നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത്. തുടർന്നും അവരുടെ പ്രതികരണത്തിന് തന്നെയാണ് സിനിമാ മേഖലയിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ആര്യ. ശ്രുതി, തീർച്ചയായും അമ്മയുടെ AMMA എന്ന സംഘടനയുടെ പ്രതികരണം തേടിയാണ് പലപ്പോഴായി മാധ്യമങ്ങൾ അവരെ സമീപിച്ചത്. പക്ഷേ ഇതുവരെ കൃത്യമായൊരു നിലപാട് അവർ പറഞ്ഞിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിങ്കളാഴ്ച പുറത്തു വന്ന ഉടൻ തന്നെ ഈ AMMA സെക്രട്ടറി സിദ്ദീഖിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. സിദ്ദീഖ് അന്ന് വിശദമായി പറഞ്ഞിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചന നടത്തിയ ശേഷം ഈ AMMA തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവർ ഈ AMMA സംഘടനയുടെ തന്നെ ഒരു ടെലിവിഷൻ ഷോയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ റിഹേഴ്സലും ഒപ്പം തന്നെ ഷോയുടെ എല്ലാം ഭാഗമായുള്ള തിരക്കുകളിലായിരുന്നു. ഇന്നലെയാണ് ഈ ഷോ കഴിഞ്ഞ് ഇവരെല്ലാം ഫ്രീ ആയത്. അതുകൊണ്ട് തന്നെ ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നേക്കുമെന്ന സൂചനയാണുള്ളത്. ജനറൽ സെക്രട്ടറി ബാബുരാജ് കേരളത്തിലില്ല, പുറത്ത് ഷൂട്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓൺലൈൻ ആയിട്ടാകുമോ യോഗം ചേരുക എന്നുള്ള സംശയം കൂടിയുണ്ട്. എന്തായാലും ചേരുകയാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് മുമ്പാണ് യോഗം ചേരാൻ സാധ്യതയുള്ളത്. കാരണം വൈകിട്ട് ഈ AMMA സെക്രട്ടറി കൂടിയായ സിദ്ദീഖിന്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട് വൈകിട്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പാകാനാണ് സാധ്യത. ഇങ്ങനെ യോഗം ചേരുന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും ഈ സംഘടനാ ഭാരവാഹികൾ ആരും തന്നെ ഇന്ന് കൃത്യമായി യോഗം ചേരുമെന്ന് പറയുന്നില്ല. ഞങ്ങൾ ആലോചന നടത്തുന്നുണ്ട്, ചിലപ്പോൾ ഓൺലൈനായിട്ടാകും എന്ന് പറയുന്നു. എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കും, അതിനുശേഷം നിലപാട് അറിയിക്കുമെന്ന് പറയുമ്പോൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 5 ദിവസമായിട്ടും കൃത്യമായ ഒരു തീരുമാനമോ കൃത്യമായ ഒരു നിലപാടോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ നടത്താൻ AMMAക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴായി നമ്മൾ ഇവരുടെ പ്രതികരണം തേടിയപ്പോഴെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ AMMA മാത്രം കാര്യമല്ല, എല്ലാ സംഘടനകളും, അതായത് FEFK അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. സിനിമാ സംഘടനകളെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. ഇന്നലെ ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗം കൂടിയായ സാന്ദ്ര തോമസ്, നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ ഒരു രൂക്ഷമായ ഒരു പ്രതികരണവും നടത്തിയിരുന്നു. ഇനിയും പ്രതികരണം നടത്തിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തനിക്ക് പറയാനുള്ളത് പറയുമെന്നാണ് സാന്ദ്ര തോമസ് ഇന്നലെ നമ്മൾ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും ഈ റിപ്പോർട്ട് പഠിക്കുവാനായി ഒരാഴ്ചയൊന്നും വേണ്ട എന്നുള്ളത് വ്യക്തമാണ് എന്നായിരുന്നു ഇന്നലെ സാന്ദ്ര തോമസ് വിശദീകരിച്ചത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഇതിന്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം റിപ്പോർട്ടർ TV ആദ്യ ദിവസം തന്നെ പുറത്തുവിട്ടതാണ്. കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി കൃത്യമായ വിവരങ്ങൾ വെച്ച് എല്ലാം കൃത്യമായ വാർത്തയാണ് നമ്മൾ അന്ന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ സംഘടനകൾക്ക് പ്രതികരിക്കാമായിരുന്നു. മറ്റ് ഈ ആക്രമണത്തിനിരയായവരോ അതല്ലാതെ ഇത്തരം ദുരനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളവരായ നടിമാർ പോലും നമ്മളുടെ മുമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോൾ ഈ സംഘടനാ മേധാവികളായിരിക്കുന്ന സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവർ മൗനം തുടരുന്നു എന്നുള്ളത് തീർത്തും ദുഃഖകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും സൈഫുനിസ, ഇത് ഒരു ചെറിയ കാര്യമല്ല. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ഈ റിപ്പോർട്ടിൽ ഇതുവരെ താരസംഘടന ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ സൈഫുനിസ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയൊന്നും വേണ്ടല്ലോ ഇത് പഠിക്കാൻ. ഈ റിപ്പോർട്ട് പഠിച്ച് കാര്യങ്ങൾ പറയാൻ ഒരാഴ്ചയുടെ ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് അത് അറിയാം. അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇതിനോടകം തന്നെ കാര്യങ്ങളൊക്കെ വാർത്തകളുടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവർ കൃത്യമായി പഠിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും. എന്തായാലും ഇങ്ങനെയൊരു നിലപാടിലേക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു യോഗം കഴിയുമ്പോൾ എന്തൊരു നിലപാടിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും നിലപാട് എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 4.5 വർഷത്തോളം സർക്കാർ അടയിരുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതുമാണ്. ഇതിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാടാകും AMMA എടുക്കാൻ സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വേണ്ട ഇവർക്ക് അറിയുവാനായി. കാരണം ഈ 5 വർഷത്തോളമായി സർക്കാരിന്റെ കയ്യിൽ ഇരുന്ന ഒരു രേഖയാണിത്. അതുകൂടാതെ തന്നെ അതിനു മുമ്പ് തന്നെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളായിട്ടുള്ള ഇവർക്ക് കൃത്യമായ ബോധ്യമുള്ളതാണ്. ആരൊക്കെയാകും പരാതി കൊടുത്തിട്ടുണ്ടാവുക എന്നും ആർക്കെതിരെയാണ് പരാതി കൊടുത്തിട്ടുണ്ടാവുക എന്നും ഈ സിനിമാ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആണ് ഇവർ ഈ
മൗനം പാലിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാനായി. എന്തായാലും ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നാൽ പോലും ഇതിൽ കൃത്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ AMMA സംഘടന നടത്തുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായും അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് പ്രതികരണം നമ്മൾ തേടുക തന്നെ ചെയ്യും. ശ്രുതി. സെഫിനിസ, ഇത്ര ദിവസമായിട്ടും AMMA എന്ന ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് എന്ന് മാത്രമല്ല, AMMAയിലുള്ള ഒരു മെമ്പർ പോലും, ഒരു അംഗം പോലും ഇതിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കാനോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. തീർച്ചയായും ആര്യ, നമ്മൾ ഇന്നലെ ഈ AMMA സംഘടനയിലെ പല ഭാരവാഹികളെയും ബന്ധപ്പെട്ടിരുന്നു. ചിലർ ഫോൺ എടുക്കുന്നില്ല, ചിലർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, ചിലർ ഫോണിലൂടെ പ്രതികരിക്കാൻ പറ്റിയ വിഷയമല്ല എന്ന് പറയുന്നു, ചിലർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചന നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ഭാരവാഹികളും ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും കൃത്യമായ ഒരു തീരുമാനം പറയുവാനായി ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരിക്കൽ പോലും അതിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ടോ ഒരിക്കലും ഒരു പ്രസ്താവന നടത്താൻ ഒരാൾക്ക് സാധിക്കില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ AMMA ഈ പ്രതികരണം നടത്താതെ ഒഴിഞ്ഞു മാറുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായി. കാരണം ഇവരുടെ അംഗങ്ങളായ അതല്ലെങ്കിൽ ഇവരുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഈ പരാതികൾ അല്ലെങ്കിൽ മൊഴികൾ വന്നിരിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ലൈംഗിക കുറ്റകൃത്യമായി കാണണം, അതിൽ നടപടി വേണം, റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കണമെന്നൊക്കെ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ നടപടികൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം ഇവർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാകാം ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ ഈ സംഘടനാ നേതൃത്വം തയ്യാറാകാത്തതെന്ന് വേണം മനസ്സിലാക്കുവാൻ. മറ്റൊന്ന് സൈഫുനിസ, ഇന്നലെ മഞ്ജു വാര്യർ ഈ WCCയുടെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിലിപ്പോൾ നമുക്കറിയാം പല ആളുകൾക്കും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ സംഘടനയിൽ നിൽക്കുന്ന പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊന്നും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരും ഉണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു ഇന്നത്തെ യോഗത്തിന് ശേഷം നിലപാട് ഏതായിരിക്കും, എന്തായിരിക്കും അവർ വ്യക്തമാക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ സൈഫുനിസ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷേ സർക്കാർ നിലപാടെടുക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ എന്നൊക്കെ കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം അറിയാം ഈ യോഗത്തിന് ശേഷം. എങ്കിൽ പോലും എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അവരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അതിനുള്ള സാധ്യത കുറവാണ് ശ്രുതി. കാരണം എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ പ്രശ്നം. നമ്മൾ ഇന്നലെ ഒരു നടിയോട് ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പോലും അവർ പറയുന്നത് ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. കൂടുതൽ അതായത് സിനിമയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന നടിയോട് ചോദിച്ചാൽ പോലും, അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന നടിയോട് ചോദിച്ചാലും ഏതെങ്കിലും ഒരു ദുരനുഭവം ഈ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ടവരായിരിക്കും എല്ലാവരും. പക്ഷെ എല്ലാവർക്കും അവരുടെ നിലനിൽപ്പാണല്ലോ പ്രശ്നം. അതല്ലാതെ തുറന്നു പറയാൻ ശ്രമിക്കുന്നതും തയ്യാറാകുന്നവരും വളരെ കുറവായിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു തലത്തിൽ അത് നോക്കിക്കാണുകയും ഇല്ലെങ്കിൽ ആ തരത്തിൽ ഭാവിയിൽ സിനിമകൾ ലഭിക്കുന്ന എല്ലാം നഷ്ടമാകുമെന്നായിരുന്നു ഇന്നലെ ഒരു നടി സംസാരിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാകാം. മഞ്ജു വാര്യരുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ്, ഇല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്തുകൊണ്ട് നമ്മളോട് അല്ലമീൻ ഒരു പരിപാടിയിൽ വെച്ച് ഇവരോട് ഓഫ് ക്യാമറ ചോദിച്ചപ്പോൾ പോലും മഞ്ജു വാര്യർ പറഞ്ഞു ഇപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് പഠിക്കട്ടെ അതിനുശേഷം പ്രതികരിക്കാമെന്നായിരുന്നു. പക്ഷെ മഞ്ജു വാര്യർ ഇന്നലെ WCC പങ്കുവച്ച കുറിപ്പ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും മഞ്ജു വാര്യർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വിശദമായ നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്തായാലും ഈ സംഘടനയുടെ നിലപാട് എന്താണെന്നുള്ളത് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയാണെങ്കിൽ ആ യോഗത്തിൽ ഇവർ ഒരു ചർച്ച ചെയ്ത് എന്ത് പ്രതികരണമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിന്മേൽ ഇനി എന്ത് നടപടി എടുക്കണം എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് AMMA പ്രതികരണം നടത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.